നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 79.82% പോളിംഗ്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 83.27% ഇവിടെ പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനി മണ്ഡലത്തിലാണ് 74.23%. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച വോട്ടെടുപ്പ്. ജില്ലയിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് സുഗമമാക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതിനു പുറമെ മുഴുവനായും ഭിന്നശേഷി സൗഹൃദമായ 3 ബൂത്തുകളും ഒരുക്കി. മയിലാടി പാലത്തിന് സമീപം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി റിസർവ് ചെയ്തിരുന്ന സ്വകാര്യ ബസ് മറിഞ്ഞു. ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി കരുതിയിരുന്ന പൊന്നൂസ് എന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞത്. അരീക്കോട് പത്തനാപുരം പൂവത്തിക്കണ്ടിയിൽ തൊഴുത്തിന് തീപിടിച്ച് 3 കാളകൾ വെന്തു മരിച്ചു. കാളപ്പൂട്ട് മത്സരങ്ങൾക്കായി പ്രത്യേകം വളർത്തിക്കൊണ്ടുവന്ന കാളകളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഇന്നലെ 2 തവണയായി സ്വർണ്ണവില ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിപണിയിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 79.82% പോളിംഗ്. വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറനാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 83.27% ഇവിടെ പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനി മണ്ഡലത്തിലാണ്. 74.23%. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പ് അവസാനിക്കുന്ന വൈകിട്ട് 6-നും ചില മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. വൈകിട്ട് 6-ന് ക്യൂവിൽ നിന്ന് എല്ലാവർക്കും ടോക്കൺ കൊടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയാക്കി. വോട്ടെടുപ്പ് ആരംഭിച്ച് രാവിലെ 9 മണിയായപ്പോഴേക്കും 15.46% പേർ വോട്ട് രേഖപ്പെടുത്തി. 11-ന് 32.03%, ഉച്ചയ്ക്ക് 1 മണിക്ക് 48.33%, 3 മണിക്ക് 62.29%, വൈകിട്ട് 5-ന് 75.72%. പോളിംഗ് അവസാനിക്കുമ്പോൾ 79.82% പോളിംഗ് രേഖപ്പെടുത്തി. 3689 പോളിംഗ് ബൂത്തുകളിലായി 17,708 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 4729 സേനാംഗങ്ങളെയും നിയോഗിച്ചു. ഇതിൽ 58 കമ്പനി കേന്ദ്രസേനയ്ക്ക് പുറമെ കർണാടക 3 കമ്പനി, തമിഴ്നാട് 4 കമ്പനി പോലീസും കേരള AP ബറ്റാലിയന്റെ 9 കമ്പനികളും ഉൾപ്പെടുന്നു. പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേനയുടെ പ്രത്യേക സുരക്ഷയും ഒരുക്കി. 15 സ്ഥലങ്ങളിലായി 43 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. 48 മാതൃകാ ബൂത്തുകൾ, 80 പിങ്ക് ബൂത്തുകൾ, ഭിന്നശേഷിക്കാർ ഉദ്യോഗസ്ഥരായ 3 ബൂത്തുകൾ എന്നിങ്ങനെയായിരുന്നു ജില്ലയിലെ പോളിംഗ് ബൂത്തുകളുടെ കണക്ക്. ജില്ലയിൽ 6 പൊതുനിരീക്ഷകർ, 4 ചെലവ് നിരീക്ഷകർ, 1 പോലീസ് നിരീക്ഷകൻ ഉൾപ്പെടെ 11 കേന്ദ്ര നിരീക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുവാനായി ഉണ്ടായിരുന്നത്. 3689 പോളിംഗ് സ്റ്റേഷനുകളിലായി 4427 വീതം പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 8854 പോളിംഗ് ഓഫീസർ, 381 വീതം സെക്ടറൽ ഓഫീസറും സെക്ടറൽ അസിസ്റ്റന്റും, 1238 റൂട്ട് ഓഫീസർമാരും 56 മൈക്രോ ഒബ്സർവർമാരെയുമാണ് തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പുറമെ 351 സെക്ടർ ഓഫീസർമാരെയും 351 സെക്ടർ അസിസ്റ്റന്റുമാരെയും 1258 റൂട്ട് ഓഫീസർമാരെയും 56 മൈക്രോ ഒബ്സർവർമാരെയും ഷാഡോ ബൂത്തുകളിൽ 15 അഡീഷണൽ ഒബ്സർവർമാരെയും നിയോഗിച്ചു. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ച വോട്ടെടുപ്പ്. ജില്ലയിൽ ഭിന്നശേഷിക്കാർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് സുഗമമാക്കാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതിനു പുറമെ മുഴുവനായും ഭിന്നശേഷി സൗഹൃദമായ 3 ബൂത്തുകളും ഒരുക്കി. വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളോടെയായിരുന്നു ബൂത്തുകൾ ഒരുക്കിയത്. വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളോടെയായിരുന്നു ബൂത്തുകൾ ഒരുക്കിയത്. ഇതിനു പുറമെ ജില്ലയിൽ മലപ്പുറം മണ്ഡലത്തിലെ മലപ്പുറം ഗവൺമെന്റ് കോളേജ്, മഞ്ചേരി മണ്ഡലത്തിലെ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിൽ ഇൻക്ലൂസീവ് ബൂത്തുകൾ ഒരുക്കി. ഭിന്നശേഷിക്കാരായ ജീവനക്കാരായിരുന്നു ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ.
കാഴ്ച കേൾവി പരിമിതിയുള്ളവർക്കും ഓട്ടിസം ബാധിതരായവർക്കും സുഗമമായി വോട്ട് ചെയ്യുവാൻ കഴിയും വിധം മാഗ്നിഫയിംഗ് ഷീറ്റുകൾ ബൂത്തുകളുടെ പ്രവേശന കവാടം മുതൽ എക്സിറ്റ് പോയിന്റ് വരെ സ്പർശനം വഴി സഞ്ചരിക്കുവാൻ കഴിയുന്ന ഇടനാഴികൾ, വീൽചെയർ സൗകര്യം, വീൽചെയറിലിരുന്ന് വോട്ട് ചെയ്യുവാനായി പ്രത്യേകം തയ്യാറാക്കിയ ടേബിളുകൾ, കുടിവെള്ളം, ഭിന്നശേഷി സൗഹൃദ ശുചിമുറി എന്നീ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. മൈലാടി പാലത്തിന് സമീപം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി റിസർവ് ചെയ്തിരുന്ന സ്വകാര്യ ബസ് മറിഞ്ഞു. ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി കരുതിയിരുന്ന പൊന്നൂസ് എന്ന ബസ്സാണ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞത്. അപകട സമയത്ത് ഡ്രൈവർ ആഷിഫ് മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ബസിന്റെ ബ്രേക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. മൈലാടി പാലത്തിന് സമീപത്തെ ഇറക്കത്തിൽ വെച്ച് ബ്രേക്ക് പ്രവർത്തനരഹിതമായതോടെ ബസ് നിയന്ത്രണം വിടുകയായിരുന്നു. നിസ്സാര പരിക്കേറ്റ ആഷിഫിനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരീക്കോട് പത്തനാപുരം പൂവത്തിക്കണ്ടിയിൽ തൊഴുത്തിന് തീപിടിച്ച് 3 കാളകൾ വെന്തു മരിച്ചു. കാളപൂട്ട് മത്സരങ്ങൾക്കായി പ്രത്യേകം വളർത്തിക്കൊണ്ടുവന്ന കാളകളാണ് അപകടത്തിൽപ്പെട്ടത്. തീപിടുത്തത്തിൽ തൊഴുത്ത് പൂർണ്ണമായും കത്തിനശിക്കുകയും കാളകൾക്ക് പുറത്തു കടക്കുവാൻ കഴിയാത്ത വിധം തീ പടരുകയുമായിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനെത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് മാവൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. എന്നാൽ അപ്പോഴേക്കും കാളകൾ മരണപ്പെട്ടിരുന്നു. ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാളകളാണ് അപകടത്തിൽപ്പെട്ടത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ അരീക്കോട് പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ്. ഇന്നലെ 2 തവണയായി സ്വർണ്ണവില ഉയർന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വിപണിയിൽ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചത്. കണക്കുകൾ പ്രകാരം 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമായാണ് വർദ്ധിച്ചത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 1,12,200 രൂപയായി ഉയർന്നു. ഗ്രാമിന് 14,025 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചെങ്കിലും വെള്ളി വിലയിൽ ഇന്ന് മാറ്റമുണ്ടായിട്ടില്ല. 1 ഗ്രാം വെള്ളിക്ക് 260 രൂപ എന്ന നിരക്കിലാണ് വിപണനം നടക്കുന്നത്. 10 ഗ്രാം വെള്ളിക്ക് 2,600 രൂപയാണ് ഇന്നത്തെ വില. മലപ്പുറം ജില്ലയിൽ ആകെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത് 33,924 പേർ. ആബ്സെന്റി വോട്ടർമാരുടെ വിഭാഗത്തിൽ 18,375 പേരും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വിഭാഗത്തിൽ 15,549 പേരും പോസ്റ്റൽ വോട്ട് ചെയ്തു. ഹോം വോട്ടിംഗ് അനുവദിച്ച 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ, PVC-കളിൽ വോട്ട് ചെയ്ത അവശ്യ സർവീസ് വിഭാഗക്കാർ എന്നിവരാണ് ആബ്സെന്റി വോട്ടർമാരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. 85-ന് മുകളിൽ പ്രായമുള്ള 10,595 മുതിർന്ന പൌരന്മാരും ഭിന്നശേഷി വിഭാഗത്തിൽ 6,636 പേരും അവശ്യ സർവീസ് വിഭാഗത്തിൽ 1,144 പേരുമാണ് ജില്ലയിൽ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനു പുറമെ പോളിംഗ് ഉദ്യോഗസ്ഥരിൽ 15,549 പേരും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററുകളിലും പോസ്റ്റൽ വോട്ട് ചെയ്തു. സർവീസ് വോട്ടർമാരുടെ കണക്ക് ലഭ്യമാവാനുണ്ട്. 1,831 സർവീസ് വോട്ടർമാർക്കാണ് പോസ്റ്റൽ ബാലറ്റ് അയച്ചു കൊടുത്തത്. വോട്ടെണ്ണൽ ദിവസം സ്വീകരിക്കും. ഇതോടെ ജില്ലയിലെ ആകെ പോളിംഗ് ശതമാനം 80.75 ഉയർന്നു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ പോളിംഗ് നില 79.82% ആയിരുന്നു. ഇതിലേക്ക് 0.93% പോസ്റ്റൽ വോട്ട് കൂടി ചേർത്താണ് ആകെ പോളിംഗ് 80.75% ആകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.